ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് വെറൈറ്റി ആയിട്ടുള്ളൊരു റൈസാണ്. പാക്കിംഗ് ഫ്രൈഡ് റൈസാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇത് ഞാൻ മലപ്പുറത്തുള്ളൊരു റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിച്ചതാണ്. അവരുടെ റെസിപ്പിയൊന്നും അല്ലാത്തതുകൊണ്ട് റെസ്റ്റോറൻറ്റിൻ്റെ പേരൊന്നും പറയുന്നില്ല. കഴിച്ചു നോക്കി എൻ്റേതായൊരു രീതിയിലാണ് ഞാനിത് ചെയ്തിട്ടുള്ളത്. എന്തായാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് പെരുന്നാളിനൊക്കെ കുറച്ച് വെറൈറ്റി ആയിട്ട് ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു റൈസ് തന്നെയാണ് ഇത്. ഏകദേശം നമ്മുടെ ഷെസ്വാൻ ഫ്രൈഡ് റൈസിൻ്റെ ആ ഒരു ടേസ്റ്റാണ്. അതേ രീതിയിലൊക്കെ തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് നമ്മൾ ചിക്കനും ആഡ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് സൈഡ് ഡിഷിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ ഈ റെസിപ്പി ആദ്യം കഴിച്ചു വന്നിട്ട് പേരൊക്കെ ഒരുപാട് യൂട്യൂബിൽ ഒരു പാക്കിംഗ് ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ഇതുവരെ വന്നിട്ടില്ല. ഓമോ റൈസ് എന്ന് പറഞ്ഞിട്ടൊരു ചൈനീസ് റെസിപ്പി കണ്ടു. അത് ഞാൻ ട്രൈ ചെയ്തിരുന്നു കേട്ടോ ഇതിന് മുൻപ്. അതത്ര വലിയ ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നിയില്ല. നമ്മുടെ മലയാളികൾക്കൊന്നും ഇഷ്ടപ്പെടില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഈ പാക്കിംഗ് ഫ്രൈഡ് റൈസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. നമ്മളിപ്പോൾ 1 കപ്പ് അരി വെച്ചിട്ടാണ് ഈ ഒരു റൈസ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് ബസ്മതി റൈസ് കഴുകി ഊറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത് പ്രഷർ കുക്കറിലാണ് വേവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ അരി നമുക്ക് പ്രഷർ കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം ചേർക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. ഈ അരി നന്നായിട്ട് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുക്കർ മൂടി വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. ഇനി ഒരു വിസിൽ വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. പ്രഷർ കുക്കറിൽ ഒരു വിസിൽ വന്ന സമയത്ത് ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആവിയൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. നമ്മുടെ റൈസ് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ചൂടൊക്കെ ഒന്ന് പോയാലാണ് ഈ റൈസ് ഒട്ടിപ്പിടിക്കാതെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടൊന്ന് പരത്തി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് പാക്കിംഗ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിലേക്കുള്ള ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3/4 കപ്പ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് അരിയിലേക്ക് 3/4 കപ്പ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇനി 1 കപ്പായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. കുറച്ച് അധികമായി പോയി വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. ഇത് ബോൺലെസ് പീസാണ്. വളരെ ചെറിയ പീസല്ല, കുറച്ച് വലിയ പീസായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിത് സൈഡ് ഡിഷൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കഴിക്കാമെന്ന് പറഞ്ഞില്ല. അപ്പോൾ കുറച്ചൊരു വലിയ പീസ് വേണം. ഈ ചിക്കൻ ഞാനിവിടെ കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്തിട്ട് അരമണിക്കൂർ മുമ്പ് ഒന്ന് മാരിനേറ്റ് ചെയ്തെടുത്തതാണ്. ഈ ചിക്കൻ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് സോസ് പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഒരുപാട് ഓയിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. കുറച്ച് ഓയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഈ ഓയിൽ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഷെസ്വാൻ സോസും കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്കിതുപോലെ ഇളക്കി കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മൂടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. മൂടി വെക്കുകയാണെങ്കിൽ അത് ആവിയിൽ കിടന്നിങ്ങനെ വേവുകയാണ് ചെയ്യുക. നമുക്ക് ഫ്രൈ ചെയ്ത ആ ഒരു ടേസ്റ്റാണ് കിട്ടേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മൂടി വെക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് പാനിൽ നിന്ന് മാറ്റാം. ഇനി ഈ പാനിൽ തന്നെയാണ് നമ്മൾ റൈസും ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. ഈ ഓയിൽ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1.5 ടീസ്പൂണോളം വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളി ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇത് രണ്ടും ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ചെറിയ ക്യാരറ്റിൻ്റെ 3/4 ഭാഗമാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത്.
അപ്പോൾ നിങ്ങൾ ഇത് നീളത്തിൽ അരിഞ്ഞെടുത്തതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കറക്റ്റായിട്ടുള്ളൊരു അളവ് നമുക്ക് പറയാൻ പറ്റാത്തത്. അപ്പോൾ നിങ്ങളിത് ചെറുതായിട്ടാണ് മുറിച്ചെടുക്കുന്നതെങ്കിൽ 1/4 കപ്പ് ക്യാരറ്റ് അരിഞ്ഞത് എടുക്കാം. അപ്പോൾ ഞാൻ എല്ലാ വെജിറ്റബിൾസും നീളത്തിലാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. ഫ്രൈഡ് റൈസിന് നമുക്ക് നീളത്തിലോ അല്ലെങ്കിൽ ചെറുതായിട്ടോ കട്ട് ചെയ്തെടുക്കാമല്ലോ. ക്യാരറ്റ് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിലേക്ക് 2 ബീൻസ് നീളത്തിൽ അരിഞ്ഞതാണ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ബീൻസ് ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതിലേക്ക് ക്യാബേജ് ചെറുതായിട്ട് അരിഞ്ഞതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കാം. ക്യാബേജും ഒരു 1/4 കപ്പോളം ഉണ്ടാവും കേട്ടോ. ചെറുതായിട്ട് അരിഞ്ഞതാണെങ്കിൽ ഒരു 1/4 കപ്പോളം ഉണ്ടാവും. ഏകദേശം ആ ഒരു കണക്കിലെടുക്കുക. പിന്നെ വെജിറ്റബിൾസൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. ചിലർക്ക് നന്നായിട്ട് ഫ്രൈഡ് റൈസിലൊക്കെ ഒരുപാട് വെജിറ്റബിൾസ് നല്ല ഇഷ്ടമുണ്ടാവും. അങ്ങനെയുള്ളവരാണെങ്കിൽ കുറച്ച് കൂട്ടിയെടുക്കാം. വെജിറ്റബിൾസൊക്കെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതിലേക്കുള്ള സോസുകൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഷെസ്വാൻ സോസ് ചേർത്ത് കൊടുക്കാം. ഇത് കുറച്ച് സ്പൈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. നിങ്ങൾക്ക് അത്ര എരിവ് വേണ്ടെങ്കിൽ ഈ ഷെസ്വാൻ സോസും റെഡ് ചില്ലി സോസൊക്കെ കുറച്ച് ചേർത്താൽ മതി. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്തൊക്കെ വെരി ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ, അല്ലെങ്കിൽ ഈ വെജിറ്റബിൾസൊക്കെ ഒരുപാട് അങ്ങോട്ട് കുക്കായി പോവും. ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിലേക്ക് 3/4 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ സോയാ സോസും 1/2 ടീസ്പൂൺ ഗ്രീൻ ചില്ലി സോസും കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഒരുപാട് നേരം ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ഈ വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് കുക്കായിട്ട് പോകും. വെജിറ്റബിൾസ് നന്നായിട്ട് കുക്കായി പോയി കഴിഞ്ഞാൽ റൈസ് ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ചെടുത്ത ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കിതിലേക്ക് വേവിച്ച് വെച്ച റൈസും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുഡ് കളറൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിത് സെർവ് ചെയ്യുന്നത് വേറൊരു രീതിയിലാണല്ലോ, റൈസ് കാണാത്ത രീതിയിലാണ് നമ്മളിത് സെർവ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുഡ് കളറിൻ്റെ ഒന്നും ആവശ്യമില്ല, അല്ലെങ്കിൽ ഫുഡ് കളറിൻ്റെ ആവശ്യമില്ല. അപ്പോൾ കാണുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഫുഡ് കളറൊക്കെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കൊരു സോസ് ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 പിരിയൻ മുളക് കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പെട്ടെന്നൊന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മുടെ കാശ്മീരി മുളക്. സാധാരണ വറ്റൽ മുളകാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. കാശ്മീരി മുളകാകുമ്പോൾ നല്ലൊരു കളറ് കിട്ടും. ഇത് നമുക്ക് ഇതിൻ്റെ നെറ്റിയൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി ഇതിലേക്കുള്ള സോസ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഫ്രൈ പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഈ ഓയിൽ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 2 വെളുത്തുള്ളി അല്ലി ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്തിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മളിവിടെ അരച്ചു വെച്ചിട്ടുള്ള ആ ഒരു വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. 2 മുളക് അരിച്ചതുകൊണ്ട് തന്നെ ഒരുപാട് അങ്ങോട്ട് അരിഞ്ഞ് കിട്ടിയിട്ടുമില്ല. പിന്നെ ഇത് മിക്സിയുടെ അവിടെ ഇവിടെയൊക്കെ പോയി അതൊക്കെ എടുത്ത് ഈ ഒരു പാനിലേക്ക് ഇടട്ടെ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ റെഡ് ചില്ലി സോസും 1/2 ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂണോളം ഗ്രീൻ ചില്ലി സോസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത് കുറച്ച് തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിലേക്ക് കുറച്ചും കൂടെ വിനാഗിരി ചേർത്ത് ഒരു റൈസിലേക്കുള്ള സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം പിക്ചറിൽ കണ്ടല്ലോ, ഈ ഒരു റൈസ് നമ്മൾ സെർവ് ചെയ്യുന്നത് ഓംലെറ്റ് വെച്ചിട്ടൊന്ന് കവർ ചെയ്തിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കോഴിമുട്ട ഒരു ബൗളിൽ പൊട്ടിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതുകൊണ്ട് ഓംലെറ്റ് റെഡിയാക്കാം.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു തവ വെച്ച് ചൂടാക്കി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിലൊന്ന് പുരട്ടിയിട്ട് നമുക്ക് ഈ മിക്സ് ചെയ്ത് വെച്ച കോഴിമുട്ടയുടെ കൂട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഓംലെറ്റ് റെഡിയാക്കാം. ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റൈസ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഓംലെറ്റ് ഒരു ബൗളിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. അതിന് മുകളിലായിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള റൈസ് ഇട്ട് കൊടുക്കാം. ഇനി ഇതുപോലെ ഒന്ന് കവർ ചെയ്തിട്ട് ഒരു പ്ലേറ്റ് ഇതിന് മുകളിൽ വെച്ചിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഈ ഓംലെറ്റിൻ്റെ സൈഡൊക്കെ ഇതിനുള്ളിലേക്ക് ആക്കി കൊടുക്കണം. നമ്മളിപ്പോൾ ഒരുപാട് എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെയായിട്ട് ശരിയായി വന്നിട്ടില്ല. ഇനി ഇതിൻ്റെ മുകളിൽ കത്തിയോണ്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ള സോസിൽ നിന്നും 2 ടീസ്പൂണോളം ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പാക്കിംഗ് ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റൈസാണ് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇത് സൈഡ് ഡിഷ് ഒന്നും ഇല്ലാതെ തന്നെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റൈസാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിന് ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്